തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ മനോരമ ഒരു വാർത്ത നിർമ്മിച്ചിരിക്കുന്നത് നോക്കണേ. ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് വിജയ്ക്ക് ആരാധകരുണ്ട്. ആ ആരാധകരെ മനോരമയുടെ ഓൺലൈനിലേക്ക് എത്തിക്കാൻ വേണ്ടി സൃഷ്ടിച്ചൊരു വാർത്തയാണ്. എന്താണ് ആ വാർത്ത നിർമ്മിച്ചതെന്ന് പറയാൻ കാരണമെന്നല്ലേ, മനോരമയുടെ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയാണ്. വിജയുടെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അനാവശ്യമായ ആൾക്കാരുടെ സ്വകാര്യതയിൽ ഇടപെടുകയോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നതാണ് മാന്യത. പിന്നെ മനോരമയല്ലേ, എന്ത് മാന്യത. മനോരമ മുഖ്യമന്ത്രി വിജയുടെ കുടുംബത്തിൽ കയറി ഒരു വാർത്ത സൃഷ്ടിച്ചിരിക്കുകയാണ്. വിജയും സംഗീതയും വീണ്ടും ഒന്നിച്ചു, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നിൽ അമ്മയുടെ ഇടപെടൽ, സംഗീത ചെന്നൈയിൽ റിപ്പോർട്ട്. കണ്ടല്ലോ, ഇതാണ് തലക്കെട്ട്. പെട്ടെന്ന് വായിക്കുന്നവർ വിജയുടെയും ഭാര്യയുടെയും ഫോട്ടോ ഉണ്ടോ, അവരൊന്ന് ഒന്നിക്കുന്നു എന്നൊരു തോന്നലുണ്ടായി. കുറച്ചുകൂടി വായിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടും. ഇനി ഈ ഹെഡിങ്ങിന് ശേഷമുള്ള വാർത്തയിൽ ഇതേ മനോരമയിലെ ഒരു റിപ്പോർട്ടർ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നോക്കിയേ, തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും വീണ്ടും ഒന്നിച്ചതായ റിപ്പോർട്ട്. എവിടെന്ന്, ആര്, എങ്ങനെ, അങ്ങനെയൊന്നുമില്ല, സ്ഥിരീകരിച്ചതായ റിപ്പോർട്ട്. സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന കേസ് കോടതിയിൽ ഇരിക്കെയാണ് പുതിയ വഴിത്തിരിവ്. കുടുംബാംഗങ്ങൾ ഇടപെട്ടാണ് ഇരുവരെയും വീണ്ടും ഒന്നിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ശ്രദ്ധിക്കുക, പുറത്തുവരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. അപ്പോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് മനോരമ ലേഖകൻ ഈ വാർത്ത കിട്ടിയത്? മനോരമക്കാരൻ വിജയുടെ കുടുംബത്തിനകത്താണോ അന്തി ഉറങ്ങുന്നത്? മനോരമക്കാരനെ വിളിച്ച് വിജയ് ഇക്കാര്യം പറഞ്ഞോ? കുടുംബാംഗങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. മനോരമയുടെ ആഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടിനെ എങ്ങനെയാണ് വാർത്തയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വാർത്തയാണല്ലോ. വാർത്തയാണെങ്കിൽ അത് നടന്ന സംഭവമായിരിക്കണം. ഇത് ഒരിടത്ത് സ്ഥിരീകരിച്ചിട്ടില്ല, അന്തരീക്ഷത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി എഴുതി വെച്ചതിന് ശേഷം ആ മുഖ്യമന്ത്രിയുടെ ആരാധകർക്കിടയിലേക്ക് മനോരമക്കാരൻ എത്തിപ്പെടാനും അവരെ മനോരമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സംഭവത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഊഹങ്ങൾ വെച്ച് അടിച്ചങ്ങ് വിടുകയാണ്. അതിനോടൊപ്പം തന്നെ താഴോട്ട് കൂടി ആ വാർത്താ നിർമ്മിതി, കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല, വിവരങ്ങൾ എവിടാണെന്ന് അറിയില്ല, അവൻ പിന്നെ എഴുതുകയാണ്. എന്തായാലും സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കുകയാണെന്ന വിവരം ആരാധകരും ആഘോഷിക്കുകയാണ്. ഏത് ആരാധകർ? ഈ വിവരം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒന്നിക്കുന്നു എന്ന വിവരം എവിടെ നിന്ന്? അത് എൻ്റെ ഉള്ളിൽ തോന്നിയ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഒരു സാധനം ഞാൻ അങ്ങ് അടിച്ചു വിടുകയാണ്. അതിനോടൊപ്പം താഴെ വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പ്രശ്നം പറഞ്ഞു തീർത്ത് ഇരുവരെയും അനുരഞ്ജിപ്പിച്ചതായാണ് വിവരം. ശ്രദ്ധിക്കുക, വീട്ടിനകത്ത് നടന്ന സംഭവം അമ്മ ശോഭ എന്ത് ചെയ്തു? ഇരുവരെയും പറഞ്ഞ് മനസ്സിലാക്കി അനുരഞ്ജനം നടത്തിയെന്നാണ് പറയുന്നത്. ഈ സമയത്ത് മനോരമ ലേഖകൻ അവിടെ എങ്ങാനും ഉണ്ടായിരുന്നു? ഈ അനുരഞ്ജനം കണ്ടോണ്ട് എന്നാണ് കണ്ടോ എഴുതി വെച്ചേക്കുന്നത്. ലണ്ടനിലായിരുന്ന സംഗീത ഇതിനകം ചെന്നൈയിലേക്ക് മടങ്ങിയെന്നും ഇരുവരും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. എവിടെന്ന്? മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഏതെങ്കിലും ഒരു ചിത്രമോ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും എഴുതിയിട്ടാൽ അതെടുത്ത് മനോരമക്കാരൻ എങ്ങനെയാണ് വാർത്ത നിർമ്മിക്കുന്നു എന്നതാണ് വിജയെ കേന്ദ്രീകരിച്ചുള്ള അവർ ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട്. കാര്യം അവർ ഒന്നിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ പിരിഞ്ഞു താമസിക്കുകയോ, ഇതൊക്കെ വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ. അതിലെന്തിനാണ് മനോരമയ്ക്ക് അഭിപ്രായം? ഇടയ്ക്ക് തൃശ്ശയുമായിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിൽ ആഘോഷിച്ച അതേ മാപ്രകൾ തന്നെ ആ മഞ്ഞ കഥകൾ വിറ്റഴിച്ചതിന് ശേഷം വിജയെ കേന്ദ്രീകരിച്ച് വീണ്ടും ഇതാ കുടുംബം ഒന്നിക്കാൻ പോകുന്നു എന്നൊക്കെ വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഈ പണിയെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റുമോ? നാട്ടുകാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മനോരമയുടെ വാർത്താ നിർമ്മിതികൾ. ഇത് വിജയുടെ കാര്യത്തിലല്ല, സകലരുടെ കാര്യത്തിലും ഇതുപോലെ ഇല്ലാത്തതെല്ലാം റിപ്പോർട്ട്, വൃത്തങ്ങൾ തുടങ്ങിയ വാക്കുകൾക്കകത്ത് വെച്ചിട്ട് അങ്ങ് ചമച്ചു വിടുന്നതിനപ്പുറം ഒന്നിനും യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം.